ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും കേരള കലാമണ്ഡലം എന്ന് കേട്ട് കാണുമല്ലോ. എന്താണ് കേരള കലാമണ്ഡലം? അതിനെപ്പറ്റി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് നോക്കിയാലോ, എന്താണ് കേരള കലാമണ്ഡലം? കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഭാരതപ്പുഴയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കലകൾ പഠിപ്പിക്കുന്ന വിദ്യാലയം ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായി അറിയണ്ടേ? തീർച്ചയായും അറിയണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കേരള കലാമണ്ഡലം എന്ന്. കേരള കലാമണ്ഡലം ഭാരതീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു കലാലയമാണ് കേരള കലാമണ്ഡലം. പ്രത്യേകിച്ചും കേരളത്തിൽ രൂപം കൊണ്ട കലകളാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഒരു സ്വയം കൽപ്പിത സർവകലാശാലയാണ്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് ഈ സ്ഥാപനത്തിന് രൂപം കൊടുത്തത്. 1927 കലാമണ്ഡലം ഒരു ചെറിയ സൊസൈറ്റി ആയിട്ടാണ് രൂപം കൊണ്ടത്. 1930 നവംബർ 9 കലാമണ്ഡലം പ്രവർത്തിച്ചു തുടങ്ങി. വിദ്യാർത്ഥികൾക്ക് കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, പഞ്ചവാദ്യം, ഭരതനാട്യം എന്നീ കലകളിൽ ശിക്ഷണം കൊടുക്കുന്നു. പ്രാചീന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇവിടെ അധ്യയനം നടക്കുന്നത്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ കളരികൾ ഉണ്ട്. സ്വദേശികളും വിദേശികളുമടക്കം നിരവധി പേർ കലാമണ്ഡലത്തെയും കലകളെയും പറ്റി മനസ്സിലാക്കുന്നതിനും ഗവേഷണത്തിനുമായി ഇവിടെ എത്തിച്ചേരുന്നു. കലാമണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കലാദൃശ്യമാണ് നാട്യശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച കൂത്തമ്പലം. കലാ അധ്യയനത്തിനും അക്കാദമിക് പഠനത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ചാരുതത്വം, നാടകാവിഷ്കാരം, നങ്ങ്യാർകൂത്ത്, ഡോക്യുമെന്റേഷൻ, ഡിജിറ്റൽ ലൈബ്രറി, കൂത്തമ്പല നിർമ്മാണം എന്നിവയാണ് പുതിയ പ്രവർത്തനങ്ങൾ. കഥകളി എന്ന് കേട്ട് കാണുമല്ലോ. എത്ര പേർ കഥകളി കണ്ടിട്ടുണ്ട്? ആരും കണ്ടിട്ടില്ലേ? കഥകളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനതായ ഒരു ദൃശ്യ കലാരൂപമാണ്. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കേരളത്തിൻ്റെ തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കല പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കഥകളിയിലെ പ്രധാന വേഷങ്ങൾ പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ്. ശാസ്ത്രക്കളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, അഷ്ടപതിയാട്ടം, ദാസിയാട്ടം, തെരുക്കൂത്ത്, തെയ്യം, തിറയാട്ടം, പടയണി തുടങ്ങിയ ക്ലാസിക്കൽ നാടൻ കലാരൂപങ്ങളുടെ അംശങ്ങൾ കഥകളിയിൽ ദൃശ്യമാണ്. കഥകളിക്കു വേണ്ടി രചിക്കപ്പെട്ട കാവ്യമായ ആട്ടക്കഥയിലെ സംഭാഷണ ഭാഗങ്ങളായ പദങ്ങൾ പാട്ടുകാർ പിന്നിൽ നിന്നും പാടുകയും നടന്മാർ കാവ്യത്തിലെ പ്രതിപാദ്യം അരങ്ങത്ത് അഭിനയത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കേളി, അരങ്ങ് കേളി, തോടയം, വന്ദനശ്ലോകം, പുറപ്പാട് എന്നിങ്ങനെയാണ് കഥകളിയുടെ ചടങ്ങുകൾ. കഥകളിക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് ചെണ്ട, ചേങ്ങില, ശുദ്ധമദ്ദളം, ഇലത്താളം എന്നീ വാദ്യങ്ങളാണ്. എല്ലാവരും വീഡിയോ ഒരു 2-3 തവണയെങ്കിലും കാണണം. അങ്ങനെ കണ്ടുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ക്ലാസ്സിലോട്ടേക്ക് വരാൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം.